ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ദേ ഇവിടെ ഈ കുത്തിപ്പിടിച്ചിരുന്നുകൊണ്ട് ഇൻട്രോയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചെടുത്തപ്പോഴാണ്, വെളിയിലിരുന്നാണല്ലോ ഈ ഇൻട്രോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കര എന്തൊക്കെയോ താഴെ വീടിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് വെച്ചാൽ, വെളിയിലിരിക്കുന്നത് വെളിയിൽ മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം തലക്കറി വെച്ച വലിയൊരു ഉരുളിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം ഇവിടെ കഴുകാതെ ഞാൻ വെളിയിൽ കഴുകാൻ എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പോൾ ഇന്ന് അതിനെ ഒന്ന് കഴുകി വെളുപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ വിറകടുപ്പിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴുകി കളയണം. കരിപ്പാത്രം ആകുന്നു, എല്ലാവർക്കും കരിപ്പാത്രം കഴുകാനൊക്കെ ആണല്ലോ മടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇൻട്രോയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കഥകളൊക്കെ പറയുന്നുണ്ടേ. അപ്പം കരിപ്പാത്രം കഴുകുന്ന വീഡിയോ കണ്ടോ, ആ പാത്രത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും വിറകടുപ്പിൽ കത്തിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവസാനം ഈ ഒരു പാത്രം കഴുകുക എന്ന് പറയുന്ന ഒരു സംഭവം എത്തുമ്പോൾ ഇച്ചിരി മടിയൊക്കെ കാണും. അപ്പം ഇന്ന് നമുക്കതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഇന്ന് മീൻകറി കറിച്ച നമ്മുടെ ചട്ടിയിലാകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, കരിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് പണ്ടത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ വിറകടുപ്പിൽ വെക്കുന്നത്, നമുക്കന്ന് ഗ്യാസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഫുള്ള് കാര്യങ്ങളും വിറകടുപ്പിൽ തന്നെ ആയിരുന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രമൊക്കെ ഒരുമിച്ചിട്ടായിരുന്നു കഴുകുന്നത്. ഇപ്പോഴത്തെ പോലെ വെക്കുന്നത് അപ്പം കഴുകിയെടുക്കുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഒരുമിച്ചിട്ട് ഈ കരിപ്പാത്രമെല്ലാം കഴുകുന്നതേ സത്യം പറഞ്ഞാൽ ഒരു മത്സരം പോലെ കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രബ്ബർ ഇട്ട് തേച്ചും അതിൻ്റെ കൂടെ തന്നെ പല പല പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഈ കരിപ്പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ കരിയുള്ള സ്ഥലത്ത് നമ്മുടെ കുളിക്കുന്ന സോപ്പുണ്ടല്ലോ, കുളിക്കുന്ന ഏത് സോപ്പായാലും ഇട്ടിട്ട് അകത്ത് നമ്മളങ്ങനെ കഴുകണ്ട, അത് നമ്മൾ കറിയൊക്കെ വെക്കുന്ന ഭാഗമല്ലേ, ആ പുറത്ത് കരിയുള്ള ഭാഗത്ത് കഴുകുമ്പോഴത്തേക്കിന് നല്ല തിളക്കമായിരിക്കും പാത്രത്തിന് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ സ്ക്രബ്ബർ വെച്ച് തന്നെ കഴുകുമ്പോഴത്തേക്കിന് നല്ല തിളക്കമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പാത്രം കഴുകാൻ വേണ്ടി പോവുകയാണെ, അത് കാണാം കേട്ടോ. ആദ്യമേ അടപ്പൊക്കെ ഞാൻ കഴുകി വെച്ച് കേട്ടോ. പിന്നെ ഉരുളിക്കകമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പിട്ട് തന്നെ നല്ലപോലെ അങ്ങ് കഴുകി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നൊരു ബോഡി വാഷ് ഉണ്ടായിരുന്നേ, അപ്പം ഞാൻ അതിനെ എടുത്ത കേട്ടോ. അതിന് പകരം കുളിക്കുന്ന സോപ്പ് എടുത്താലും മതി, അല്ലെങ്കിൽ തുണി നനയ്ക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഈ കരിയുള്ള ഭാഗം കഴിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ലപോലെ കരിയും പോകും, നല്ല തിളക്കം കാണും കേട്ടോ. അപ്പം ഞാൻ ആദ്യമേ നമ്മുടെ പാത്രം കഴുകുന്ന സോപ്പ് ഇട്ട് കഴുകി എടുത്തതിന് ശേഷം കുറച്ച് ഈ ഒരു വിവലിൻ്റെ ബോഡി വാഷാണിത് കേട്ടോ, അതെടുത്തേ. അപ്പോൾ എൻ്റെ കയ്യിൽ അത് ഇരുന്നുകൊണ്ട് ഞാൻ എടുത്തില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുളിക്കുന്ന സോപ്പോ അല്ലെങ്കിൽ നനയ്ക്കുന്ന സോപ്പോ ഒക്കെ ഇട്ട് കഴുകി എടുക്കും കേട്ടോ. ഇങ്ങനെയൊന്നും ഇപ്പം ഇവിടെ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. കാര്യം അങ്ങനെ അടുപ്പിലൊന്നും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നുള്ളായിരുന്നു. ആ സമയത്ത് നമ്മുടെ സ്ക്രബ്ബറും നനയ്ക്ക് ഈ സാധാ സോപ്പ് ഇട്ട് കഴുകി അങ്ങ് എടുത്ത് അങ്ങ് വെക്കും കേട്ടോ. ഇപ്പം സ്ഥിരമായിട്ട് ഇതൊക്കെ ചെയ്തപ്പോഴത്തേക്കിന് പാത്രങ്ങൾക്ക് നമുക്ക് ഈ കരി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പാത്രങ്ങൾക്ക് തിളക്കം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത്ര നമ്മൾ സാധാ കഴുകി എടുത്തങ്ങ് മാറ്റിയേക്കും കണ്ടോ. എല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം അകത്ത് ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആ സോപ്പിൻ്റെ മണമൊന്നും വരത്തില്ല, നല്ലപോലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. പിന്നെ ഞാൻ അകത്ത് അങ്ങനെ കഴുകാൻ വേണ്ടി നിന്നില്ല, അല്ലാതെ പുറത്ത് മാത്രമൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് ഇനി നമുക്ക് അടുത്ത് എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഈ ഉരുളിയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് വെയിലത്തിരുന്ന് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എടുത്ത് വെക്കാം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി റിസൾട്ട് കിട്ടും. പിന്നെ വിറകടുപ്പിൽ നിന്ന് മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ച മീൻകറിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നാളായി ഇവിടെ തേങ്ങ അരച്ച മീൻകറി അങ്ങനെ വെച്ചിട്ട്, രഘുചേട്ടന് ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നങ്ങനെ എന്തായിരുന്നു മീൻ എന്താണെന്ന് ഓർക്കുന്നില്ല, അത് അങ്ങനെ അടുപ്പിലിരിക്കുന്നു. പിന്നെ ഉരുളിയൊക്കെ കഴുകി എടുത്ത് വെച്ചു. പിന്നെ കരി കളയാൻ വേണ്ടിയിട്ട് അടുത്ത കയ്യിലെ കരി, അതായത് പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ കരിയാവുമല്ലോ, അത് കഴുകാൻ വേണ്ടി പിന്നെ ഞാൻ നേരെ വെയിലിനെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങ് തുണി നനയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. തുണി അങ്ങോട്ട് ഒരു 5-6 തുണി നനച്ച് കഴിയുമ്പോഴത്തേക്കിന് ആ കയ്യിൽ പറ്റിയ കരിയെല്ലാം അങ്ങ് പൊക്കോളും. അങ്ങനെ തുണി നനപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
മീൻകറിയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ കുടിക്കാനുള്ള വെള്ളവും കൂടി അങ്ങ് തിളപ്പിക്കാൻ വെച്ച് കേട്ടോ. ഇപ്പം നല്ലപോലെ എനിക്ക് ഗ്യാസ് ലാഭിക്കുന്നുണ്ട് കേട്ടോ. കാര്യം ആദ്യം ഒരു കുറ്റി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല കേട്ടോ. ആകെപ്പാടെ രാവിലെ ഒരു ചായ ഇടുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ട പുഴുങ്ങുന്നതോ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ആ ഒരു കുറ്റി ഇതുവരെ തീർന്നില്ല. ഇനിയൊരു ഫുള്ള് കുറ്റിയും കൂടി ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഇനിയും കയ്യിലെ കരി കഴുകാൻ വേണ്ടിയുള്ള തുണി നനപ്പ് തുടങ്ങി. ആ ഒരു തുണി നനപ്പ് ജോലിയും കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം കൂടി തിളച്ചാൽ മാത്രം മതി കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തെന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്ളോഗ്സോ ഡേ ഇൻ മൈ ലൈഫ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആയിട്ടൊക്കെ ഉടനെ തന്നെ കാണാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.